ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. CSIR നെറ്റ് ഫിസിക്സ് ഡിസംബറിലെ എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷായി. ഡിസംബർ 18-നാണ് എക്സാം. അപ്പോൾ ഇനി നമ്മുടെ മുൻപിൽ ഒരു 60+ ഡേയ്സ് മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അപ്പോൾ ഈ വരുന്ന ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഫിസിക്സിലുള്ളത് ഒരു 9 പേപ്പേഴ്സാണുള്ളത്. അതായത് പാർട്ട് ബിയിലും സിയിലും ആയിട്ടാണ് സബ്ജക്ട് പേപ്പേഴ്സ് ചോദിക്കാറുള്ളത്. പാർട്ട് എയിൽ സയൻസ് സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഈ ബിയിലും സിയിലുമായിട്ട് വരുന്ന ഈ 9ഓളം പേപ്പേഴ്സ് നമുക്ക് എങ്ങനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഈ ഒരു 60+ ഡേയ്സ് കൊണ്ട് നമുക്കത് എങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. അപ്പോൾ അതിൽ കുറേ കുട്ടികൾക്ക് ഡൗട്ടായിരിക്കും, അത് നമ്മളെ കൊണ്ട് പറ്റുമോ ഫുള്ള് കവർ ചെയ്യാനായിട്ട്, ഈ 60 ഡേയ്സ് കൊണ്ട് സാധിക്കുമോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ, അതിന് നന്നായിട്ട് ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കത് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ വേണം. അതായത് എങ്ങനെയാണ് ഈ എക്സാം പാറ്റേണിനെ കുറിച്ചും പിന്നെ സിലബസിനെ പറ്റി നന്നായിട്ട് ഒരു അറിവ് വേണം നമുക്ക്. എങ്ങനെയൊക്കെയാണ് സിലബസ്, അതിൻ്റെ ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഓരോ പേപ്പേഴ്സിലും ഉള്ള സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഇനി അഥവാ ഈ എക്സാം പാറ്റേണിൽ ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഓടുകൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ്, ഇതിനെല്ലാം പറ്റി നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫെമിലിയറൈസ് വിത്ത് ദി സിലബസ് ആൻഡ് ദി എക്സാം പാറ്റേൺ. അപ്പോൾ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പാർട്ട് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അതിൽ പാർട്ട് എയിലാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഒരു 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പാർട്ട് എ, ബി, സി ആയിട്ട്. അതിലൊരു 55 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ 3 hours ആണ് ഈ 55 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ഹവേഴ്സിനുള്ളിൽ ഈ 55 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. കൂടാതെ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ പേപ്പേഴ്സ്, നമുക്ക് ഈ 9 മാത്തമാറ്റിക്കൽ ഫിസിക്സ്, പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, പിന്നെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ന്യൂക്ലിയർ ഫിസിക്സ്, തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, പിന്നെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്, അങ്ങനെ ഒരു 9 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ 6 പേപ്പേഴ്സ് ആണ് പാർട്ട് ബിയിലും സിയിലും കോമൺ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ എക്സ്ട്രാ വരുന്ന അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, കണ്ടൻസ്ഡ്, ഇതാണ് പാർട്ട് സിയിൽ ചോദിക്കുന്നത്. along with that 6 papers. അപ്പോൾ ഈ മെയിൻ ആയിട്ട് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ആണ്, ക്ലാസിക്കൽ, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, തെർമോ. അപ്പോൾ ഇത് ഇത്രയും പേപ്പേഴ്സ് എല്ലാം നമുക്ക് അത്യാവശ്യം ഗ്രാഹ്യം ഉണ്ടാവണം. എസ്പെഷ്യലി മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് എല്ലാ പേപ്പേഴ്സിൻ്റെയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എല്ലാ പേപ്പേഴ്സിലും നമുക്കറിയാം വെക്റ്റർ കാൽക്കുലസ് വരുന്നുണ്ട്, പിന്നെ കുറേ ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലാണ്. അപ്പോൾ കൂടുതൽ സമയം മാത്തമാറ്റിക്കൽ ഫിസിക്സിന് ടൈം കൊടുത്ത് വേണം പഠിക്കാനായിട്ട്. ബാക്കിയുള്ള പേപ്പേഴ്സ് നമുക്കപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കൂടാതെ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തറവായിരിക്കണം. കാരണം നമുക്ക് ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ ഇത്രയും പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ ഇതിൽ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും അല്ലെങ്കിൽ വെക്റ്റർ ഓൾജിബ്ര അതൊക്കെ വരുമ്പോൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസിക് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കണം. അതായത് ക്രിയേറ്റ് എ സ്കെഡ്യൂൾ ഫോർ ദീസ് 9 പേപ്പേഴ്സ്. ഈ 9 പേപ്പേഴ്സിനായിട്ട് നമ്മുടെ മുന്നിൽ എത്ര ദിവസമുണ്ടോ അത്രയും ആ ദിവസങ്ങളെ ഈ 9 പേപ്പേഴ്സിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ നിശ്ചയിച്ച അതേ ദിവസങ്ങളിൽ തന്നെ ഇത്ര പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അപ്പോൾ ഈ ക്രിയേറ്റ് എ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കാരണം വളരെ വൈസ് ആയിട്ട് വേണം നമ്മൾ ഈ ഡേയ്സിനെ ഡിവൈഡ് ചെയ്യാനായിട്ട്. കാരണം കോർ സബ്ജക്ട്സിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് കൊണ്ട് കോർ സബ്ജക്ട്സിനായിട്ട് കൂടുതൽ ഡേയ്സ് നമ്മൾ മാറ്റി വെക്കണം. അതുപോലെ തന്നെ എല്ലാവരും കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ്, പഠിക്കുന്ന കാര്യത്തിൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ്. അതായത് പാർട്ട് എയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ കൊടുക്കണം. കാരണം പാർട്ട് ബിയിലും സിയിലും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
സഹായിക്കും. കാരണം 1, 2 മാർക്സിനൊക്കെ JRFോ അല്ലെങ്കിൽ നെറ്റോ നമുക്ക് കിട്ടാതെ പോകുമ്പോഴുള്ള ആ ഒരു വിഷമം അത് നമുക്ക് പാർട്ട് എയും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ സയൻസ് സ്റ്റുഡൻസിനെല്ലാം കോമൺ ആയിരിക്കും. പക്ഷെ അതിനും നമ്മൾ ഡെയിലി അതിന് വേണ്ടി ഒരു 1 അവറോ അല്ലെങ്കിൽ 1.5 അവേഴ്സോ നിങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ജനറൽ പേപ്പർ പ്ലസ് സബ്ജക്റ്റും കൂടെ ഡെയിലി നോക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റിവ്യൂ ആൻഡ് റിവൈസ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഡെയിലി റിവ്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ റിവൈസും ചെയ്തു പോകണം. അതായത് നമ്മൾ തന്നെ പഠിക്കുമ്പോൾ നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നു. അതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ നോട്ട് ചെയ്ത കാര്യങ്ങൾ നമുക്ക് വളരെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് ബ്രെയിനിൽ കുറച്ചും കൂടെ നാള് സ്റ്റേ ചെയ്യും. അപ്പോൾ അത് നമുക്ക് എക്സാമിന് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടാതെ ടൈം മാനേജ്മെന്റ് അത് വേണമെങ്കിൽ നമുക്ക് PYQ അനാലിസിസിന്റെ ആവശ്യമുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റുകളും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പോയിന്റ് റിവ്യൂ ആൻഡ് റിവൈസ് ആയിരുന്നു. നന്നായിട്ട് റിവൈസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് എപ്പോഴും റിവ്യൂ ചെയ്യുക. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് PYQ അനാലിസിസ് ആണ്. അതായത് ഒരു 5 to 10 ഇയേഴ്സ് ബാക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. നന്നായിട്ട് ആ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നൊന്ന് നോക്കുക. അതായത് ഈ PYQs നോക്കിയാൽ മാത്രമേ നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ് ഓരോ ഇയേഴ്സും കഴിയുമ്പോൾ എങ്ങനെയാണ് ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നുണ്ടോ അതോ അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണോ അതോ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ PYQ അനാലിസിസ് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഒരു 5 to 10 ഇയേഴ്സ് പുറകിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അത് നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ വരുന്ന ഡേയ്സ് എല്ലാം വളരെ നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഓരോ പേപ്പേഴ്സിനും ഓരോ ടൈം കൊടുത്ത് പഠിക്കുന്നതോടൊപ്പം ഓരോ പേപ്പേഴ്സ് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന PYQസും കൂടെ ചെയ്ത് പോവുക. പിന്നെ ഇനി ഒരു ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. അതായത് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നതും എല്ലാ പോയിന്റ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് കിട്ടാനും അതോടൊപ്പം ടൈം മാനേജ്മെന്റ് അത് ഒരു ക്രൂഷ്യൽ റോളാണ് നമ്മളുടെ CSIR നെറ്റ് ഫിസിക്സിന് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കിട്ടുന്ന ടൈം യൂസ്ഫുൾ ആയിട്ട് വളരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇത് രണ്ടും കിട്ടണമെങ്കിൽ അതായത് പ്രോബ്ലം സോൾവിങ് സ്കില്ലും അതോടൊപ്പം ടൈം മാനേജ്മെന്റും നമുക്ക് സ്കില്ല് കിട്ടണമെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അപ്പിയർ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരു 4 to 5 മോക്ക് ടെസ്റ്റെങ്കിലും നമ്മൾ എക്സാമിന് മുന്നേ അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ എക്സാമിനോടുള്ള ഒരു ഭയം മാറാനും ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് എല്ലാം പഠന സംബന്ധമായിട്ടുള്ള ടിപ്സ് ആയിരുന്നു. ഇനി ഇതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്റ്റേ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് എപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്നോ ആ ഒരു പഠനത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണോ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ പിന്നീട് വരുന്ന എല്ലാ ദിവസങ്ങളിലും ഒരേ എനർജിയോട് കൂടെ തന്നെ വേണം നമ്മളുടെ പഠനം മുന്നോട്ട് പോകാനായിട്ട്. കാരണം കുറച്ച് തുടങ്ങി ഒരു 1 വീക്ക് ആവുമ്പോൾ നമുക്കൊരു മടി വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പേപ്പേഴ്സിനെ ആയിരിക്കും അത് ബാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. പിന്നെ അതോടൊപ്പം തന്നെ സ്റ്റേ കോൺഫിഡന്റ് ആയിരിക്കണം. അതായത് നമുക്ക് ഇത് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു എക്സാം വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് CSIR നെറ്റ് ഫിസിക്സ്. പ്രത്യേകിച്ച് ഫിസിക്സ് എന്ന സബ്ജക്റ്റും കൂടി ആവുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒത്തിണങ്ങി ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയാലേ ഈ ഒരു എക്സാമിന് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നമ്മൾ ഈ ഒരു ഇത്രയും പാറ്റേൺ വെച്ചുകൊണ്ടാണ് നമ്മളുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈവ് ക്ലാസ്സസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ മന്ത്ലി ടെസ്റ്റ് ഉണ്ട്. വീക്ക്ലി വീക്ക്ലി റിവിഷൻ ടെസ്റ്റുകൾ 2 എണ്ണമെങ്കിലും മിനിമം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ നടത്തുമ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത്രയും PYQs നിങ്ങൾക്ക് കിട്ടുവാണ്. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ JRFന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ ഈ ഒരു ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം. അപ്പോൾ എല്ലാവർക്കും JRF കിട്ടാനായിട്ട് ആശംസകൾ നേരുന്നു. താങ്ക് യു.